ഒരു ഹോളിഡേ കിട്ടി കഴിഞ്ഞാൽ എവിടേക്ക് പോകും എന്നുള്ള ചിന്തയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ അധികം കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ട് കൂടുതൽ ട്രാഫിക്കൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അതിരപ്പള്ളി റൂട്ട് പിടിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, വേഗം റെഡി ആയിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ വിചാരിച്ച പോലെയല്ല, അതിരപ്പള്ളി എത്തിയപ്പോൾ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരുപാട് ദൂരെ പോയി വാഴച്ചാലിൻ്റെ അവിടേക്കാണ് കേട്ടോ പാർക്കിംഗ് കിട്ടിയത്. അങ്ങനെ അതിരപ്പള്ളിക്ക് എത്തി. അതിരപ്പള്ളി ഞാൻ ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളച്ചാട്ടം കാണാൻ ആസ്വദിക്കുക എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. ആദ്യമായിട്ടാണ് അതിരപ്പള്ളിക്ക് പോണത്. പക്ഷേ ഇത്ര അധികം വഴി നടക്കണം എന്നുള്ളത് അറിഞ്ഞപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, എന്തായാലും വന്നു. പിന്നെ കണ്ടിട്ട് പോവാം, മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല എന്നാണല്ലോ. അപ്പോൾ പിന്നെ വന്നു ഇറങ്ങി. പക്ഷെ നടന്നത് വെറുതെ ആയില്ല, സൂപ്പർ കാഴ്ചയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അതിരപ്പള്ളി ഇത്രയും അടുത്തുനിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ പാറകളൊക്കെ പൊത്തിപ്പിടിച്ച് കയറി ഒരു വിധത്തിൽ നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തെത്തി. പിന്നെ നമ്മുടെ എപ്പോഴും പറയുന്ന പോലത്തെ ഫോട്ടോഷൂട്ടില്ലാണ്ട് ഒരു കളിയില്ലല്ലോ. സ്റ്റാറ്റസ് ഇട്ടാലാണല്ലോ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ പോസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസം നല്ല കളറായിട്ടാണ്. പിന്നെ ഒന്ന് വെള്ളത്തിൽ കാല് മുക്കണം, അതും നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ പിന്നെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ചെന്ന് ഏത് ദിവസം ഒന്ന് കാല് മുക്കി, ഞാനും ഒന്ന് മുക്കി. എല്ലാവരൊക്കെ ഒന്ന് കാലൊക്കെ നനച്ച്, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. അതൊരു രസമായിരുന്നു. അപ്പോൾ അതും അങ്ങനെ നമ്മൾ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് നടന്ന് ക്ഷീണിച്ച കാരണമാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. വന്ന പോലെയല്ല, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു തിരിച്ചു കയറാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കണ്ടു. അപ്പോൾ പിന്നെ അത് ഒരെണ്ണം മേടിച്ചു തിരിച്ചു പോന്നു.